കുടുംബത്തിൽ ആരും അറിയില്ല. ഇനി അഥവാ കാണുകയാണെങ്കിലോ ഈ കല്യാണത്തിനോ പാലുകാച്ചലിനോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടിക്കായിരിക്കും കാണുക. ഇനി പരിപാടിക്ക് വന്ന് ഏതെങ്കിലും ഒരാൾ അറിയുമെന്ന് ചോദിച്ചാൽ കുടുങ്ങി. പിന്നെ ഒരു ചിരിയും ചിരിച്ച് അറിയാലോ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? നമുക്കൊരു പരിഹാരം വേണ്ടേ? അങ്ങനെ പരിഹാരം സെറ്റായി. ഒരു കുടുംബ സംഗമം. അടിപൊളി. തീയതി ജൂലൈ 13. അങ്ങനെ മലയിൽ ഫാമിലിയും ഒരു കുടുംബ സംഗമം സെറ്റാക്കി. ആദ്യ സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾ അടിത്തരായ തറവാടനെ സെറ്റാക്കി. പിന്നെന്താ, അതന്നെ പോവുക. ആദ്യം തന്നെ ചായ കുടിക്കുക, വർത്താനം പറഞ്ഞങ്ങി ഇരിക്കുക, പിന്നെ കുറേ ചിരിക്കുക. കൂട്ടത്തിൽ കുറേ ആൾക്കാരെ പരിചയപ്പെടാം. കാരണം ഈ കണക്ഷനൊക്കെ എങ്ങനെയാ വന്നെന്ന് അറിയണ്ടേ. അതുകൊണ്ട് ഒരു പരിചയപ്പെടൽ ചടങ്ങും കൂടി. അങ്ങനെ മൂത്തമ്മന്റെ പ്രാർത്ഥനയോടെ ഞങ്ങളത് ആരംഭിച്ചിരിക്കുന്നു. പിന്നെ എന്താ, കേക്ക് എടുക്കലായി. നല്ല മലയിൽ ഫാമിലിന്റെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കാരണവർക്ക് എല്ലാവർക്കും പൊന്നാട, കൂടെ ഒരു ഉപഹാരവും. ഇനി എന്താ, ഫാമിലി ഫുൾ അസംബിൾ. നമ്മളെ പിള്ളേരെ കുറെ പരിപാടികൾ, പാട്ട്, ഡാൻസ്, കസാരക്കളികൾ, അങ്ങനെ പലതും. പിള്ളേരെ കളി കഴിഞ്ഞു. ഇനി നമ്മൾ കളിക്കാന്ന് പറഞ്ഞിട്ട് ബോയ്സ് ടീം. വെറും 2 മിനിറ്റ് കൊണ്ട് സാരി എടുത്ത് മുന്നേറിയ സുന്ദരന്മാർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഊണുകാലായി. ആളിരുന്നു, സദ്യ വന്നു, സദ്യ കഴിഞ്ഞു, കുശാലായി. ഇനി അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. പിള്ളേരുടെയും വലിയവരെയും ലെമൺ സ്പൂൺ, കസാരക്കളി, പിന്നെ ലിസ്റ്റ് നീണ്ടങ്ങ് കിടക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ, അത് മസ്റ്റാ. അത് കഴിഞ്ഞ് കാറ്റായി മഴയായി. ഇനി വീണ്ടും ഇതുപോലെ കൂടുമെന്ന വിശ്വാസത്തോടെ ശുഭം.